മിഴികൾ വറുതി കത്തുന്നു, കനക്കുന്നു ചിന്തകൾ. ഇനി എന്റെ ബോധവുമെടുത്തുകൊള്ളുക, ഇനി എന്റെ ബോധവുമെടുത്തുകൊള്ളുക. ഈ കൃഷി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് അഗ്രികൾച്ചർ എന്നാണ്. അഗ്രികൾച്ചർ എന്ന വാക്കിൽ നിന്നാണ് കൾച്ചർ എന്ന വാക്കുണ്ടായത്. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യർ ഒരുമിച്ച് കൂടി ജീവിക്കുകയും അവർക്ക് ആവശ്യമുള്ള ജൈവസമ്പത്തുകളെല്ലാം സ്വയം ഒരുമിച്ച് ആർജിക്കുകയും കൃഷി ചെയ്യുകയൊക്കെ ചെയ്തതിൽ നിന്നാണ് സംസ്കാരം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ കലകളും അങ്ങനെ തന്നെ. നമ്മുടെ കലകൾ ഉണ്ടാകുന്നത് ഒന്ന് ക്ഷേത്രകലകൾ എന്നാണ് വിളിക്കുന്നത്, മറ്റൊന്ന് ബാക്കിയെല്ലാം വയലിൽ നിന്നുണ്ടായതാണ് കലകൾ. നേരം പോയി പൂക്കൈത മറപറ്റി കുന്നൻ കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ എന്ന് ഒരു കാലത്ത് അക്ഷരം എഴുതാനോ വായിക്കുവാനോ അവകാശമില്ലായിരുന്നപ്പോഴും വയലിൽ കൃഷി ചെയ്തുകൊണ്ട് നിന്ന മഹാകവികളുണ്ടായിരുന്നു. അവർക്കൊന്നും തന്നെ എഴുതുവാൻ അവകാശമില്ലായിരുന്നു, പഠിക്കുവാൻ അവകാശമില്ലായിരുന്നു, എഴുതി വയ്ക്കുവാൻ അവകാശമില്ലായിരുന്നു. അവർക്ക് എഴുതുവാൻ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സാഹിത്യം എത്രയാകുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് നമ്മുടെ മലയാളത്തിൽ, കേരളത്തിൽ ഒരാളും എഴുതിക്കൂടാ വായിച്ചുകൂടാ എന്ന് പറയുന്ന ആളുകളായിരുന്നു ബഹുഭൂരിപക്ഷം. അവരിൽ എത്രയോ വലിയ കുമാരനാശാന്മാരുണ്ടായിരുന്നു. അവർക്കൊന്നും എഴുതാൻ അവകാശം. അങ്ങനെയുള്ള ചില ആളുകൾ എഴുതാതെ തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞ സാധനങ്ങൾ നമ്മളിപ്പോൾ നാടൻ ഫോക്ക് ലോർ എന്ന രീതിയിൽ ഇങ്ങനെ ചെവികൾ കൈമാറി വന്നിട്ടുണ്ട്. അതിലൊരു വരികാണിത്. നേരം പോയി പൂക്കൈത മറപറ്റി കുന്നൻ കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ. ഇതിനെക്കുറിച്ച് നിരൂപകന്മാർ പറയുന്നത് ഇത് കവി കവി എന്ന് പറഞ്ഞാൽ ഈ വയലിൽ നിൽക്കുന്ന പാവപ്പെട്ടവനാരുമാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ വലിയ വരേണ്യ എഴുത്തുകാർ അതിനെ നിരൂപിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഉദ്ദേശം എന്താണെന്ന് കേട്ടാൽ ഇത് സൂര്യൻ അസ്തമിക്കുന്നതിനെ കുറിച്ചാണ് എന്നാണ്. നേരം പോയി പൂക്കൈത മറപറ്റി കുന്നൻ കോഴി, ഈ സൂര്യൻ ഇങ്ങനെ തത്തി തത്തി അങ്ങ് താഴ്ന്നു പോകുന്നു എന്നാണെന്നാണ്. അത് ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്ന് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ വയലിൽ നിന്നുകൊണ്ട് രാത്രിയായിട്ടും കയറി വരാൻ അവകാശമില്ലാത്ത ഒരു പാവപ്പെട്ട തൊഴിലാളി ഇങ്ങനെ തേവിക്കൊണ്ടേയിരിക്കുമ്പോൾ അവന്റെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ കുടിലിൽ ഇരിക്കുമ്പോൾ